മോർണിംഗ്. എല്ലാവർക്കും നല്ലൊരു ദിവസമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആസ് യൂഷ്വൽ എന്നത്തേതും പോലെ പ്രഭാതത്തിൽ ഓരോരോ ജോലികളിലേക്ക് ഓരോരുത്തരും പ്രവേശിക്കുന്നു. രാവിലെ എല്ലാവർക്കും നല്ല തിരക്കാണ്. അത് കഴിഞ്ഞ് കുട്ടികളെയും ഭർത്താവിനെയൊക്കെ ജോലിക്കും സ്കൂളുകളിലേക്കുമൊക്കെ പറഞ്ഞയച്ചതിന് ശേഷം കുറച്ച് നേരത്തേക്കൊരു റിലീഫുണ്ട് വീട്ടമ്മമാർക്കല്ലേ. അത് കഴിഞ്ഞാൽ വീണ്ടും തുടങ്ങിയാണ്. ഇന്നെന്താ കൂട്ടാൻ, ഇന്നെന്താ കാര്യങ്ങൾ, ഇന്ന് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, ഇന്ന് എല്ലാവർക്കും വെറൈറ്റി ആയിട്ട് എന്താ ചെയ്തു കൊടുക്കുക. സ്ത്രീകൾക്ക് ഓരോ ദിവസമുള്ള പ്രശ്നമാണ് നാളെ എന്താ കൂട്ടാൻ, നാളെ എന്താ കൂട്ടാൻ എന്നുള്ള ചിന്ത. ഇന്നത്തേടം കഴിയുമ്പം തോന്നും നാളെ എന്താ ചെയ്യുക എന്നുള്ളത്, നാളെ എന്തൊക്കെയാണെന്ന്. രാത്രി കിടക്കുമ്പോൾ പോലും സത്യത്തിൽ ആലോചന നാളത്തെ കാര്യങ്ങളെക്കുറിച്ചാണല്ലേ. അതാണല്ലോ ഒരു വീട്ടമ്മ മക്കളുടെയും ഭർത്താവിൻ്റെയും ഒക്കെ മെയിനായിട്ട് പറഞ്ഞാൽ അന്ന വിചാരം മുന്ന വിചാരം പിന്നെ വിചാരം കാര്യവിചാരം അല്ലേ. അങ്ങനെയല്ലേ. ഇപ്പം ഭക്ഷണത്തിന് വേണ്ടിയാണോ ജീവിക്കുന്നതെന്ന് ചോദിക്കാം. ഭക്ഷണം ഇല്ലാതെ ജീവിക്കാൻ പറ്റുമോ എത്ര ദിവസം? ആലോചിച്ച് നോക്ക്. ഭക്ഷണം, വായു ഒക്കെ ഇല്ലാതെ നമുക്ക് വളരെ കുറച്ച് സമയം ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെ തന്നെയാണ് വീട്ടമ്മമാരുടെ ചിന്തകൾ. അവർക്ക് നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക, അവർക്ക് നല്ല നിമിഷങ്ങൾ കൊടുക്കുക, കുഞ്ഞുങ്ങളെ നന്നായിട്ട് വളർത്തിയെടുക്കുക. കുട്ടികൾ A+ വാങ്ങിക്കാമെന്നും പറഞ്ഞ് ഒരു വിഭാഗം അവരെ സ്ട്രെസ് കൊടുക്കുന്നു, ഒരു വിഭാഗം അവരെന്താ പഠിച്ചാകുന്നതെന്ന് വെച്ചാൽ അതാകട്ടെ നല്ല വ്യക്തികളാക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ ഓരോരോ രീതിയാണല്ലോ ഓരോ കുടുംബങ്ങൾക്കും ഓരോ വ്യക്തികൾക്കും. പക്ഷെ കുട്ടികൾക്ക് മാനസിക സമ്മർദ്ദം ഒരുപാട് കൂടി വരുന്നൊരു കാലഘട്ടമായത്. എന്തുകൊണ്ടെന്നാൽ അവർക്ക് സ്കൂളിൽ ചെന്നാൽ സ്ട്രെസ്സ്, അധ്യാപകരിൽ നിന്നുള്ള സ്ട്രെസ്സ്, വീട്ടിൽ വന്ന പേരൻസിൽ നിന്നുള്ള സ്ട്രെസ്സ് കൊണ്ട് സ്ട്രെസ്സിൽ മുങ്ങിയാണ് ഇന്നത്തെ കുഞ്ഞുങ്ങൾ മുമ്പോട്ട് പോകുന്നത്. അതുപോലെ വലിയവർക്കും സ്ട്രെസ്സ് തന്നെ. വലിയവർക്ക് കുട്ടികളെ ഓർത്തുള്ള സ്ട്രെസ്സ്, ജോലിയെ ഓർത്തുള്ള സ്ട്രെസ്സ്, ഇങ്ങനെ പോകുന്നു നമ്മുടെ കാര്യങ്ങളല്ലേ. ഞാൻ പറഞ്ഞു വന്ന കൂട്ടത്തിൽ ഇത്തിരി അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. സ്ട്രെസ് ഒഴിവാക്കാൻ നമ്മൾ സത്യം ഞാൻ പറയുകയാണെങ്കിൽ കുട്ടികളുടെ സ്ട്രെസ്സ് ഒഴിവാകണമെങ്കിൽ വീട്ടിലും സ്കൂളിലും തന്നെ അതിനുള്ള പരിഹാരം ഉണ്ടാകണം. സ്കൂളുകളിൽ ഒരു പീരീഡ് സത്യത്തിൽ ഈ മോട്ടിവേഷൻ ക്ലാസ്സുകൾക്കൊക്കെ ഒരാഴ്ചയിൽ വയ്ക്കേണ്ടതാണെന്ന് എൻ്റെ കണക്കുകൂട്ടൽ, എൻ്റെ ഒരു അഭിപ്രായം. അത് എത്രമേൽ പ്രായോഗികമാകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. എന്നാലും ഞാൻ ഇന്നത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നപ്പോൾ ഇങ്ങനെ അവിചാരിതമായിട്ട് എന്തൊക്കെയോ അങ്ങ് പറഞ്ഞു പോയതാണ്. ഇന്ന് രാവിലെ ഇവിടെ എനിക്ക് മില്ലറ്റ് കൊണ്ടുള്ള ഒരു ഉപ്പുമാവാണ്. മാഷക്ക് ഇഡലി തന്നെ, എന്നും ഇഡലി ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് എളുപ്പമാണല്ലോ അത്. പിന്നെ ഒരു ചമ്മന്തി, നാളികേരം ചെറിയതുണ്ട്, ഒരു ചമ്മന്തി അരച്ച് ഒരിത്തിരി പൊടി ഇരിക്കുന്നത് എണ്ണ ഒഴിച്ച് കലക്കി ഇന്നത്തെ കാര്യമാകും. അപ്പോൾ നമുക്ക് ഇന്നത്തെ കാര്യങ്ങളിലേക്ക് പ്രവേശിക്കാം അല്ലേ. ഞാൻ എൻ്റെ ഭക്ഷണം മില്ലറ്റ് കൊണ്ടുള്ള ഉപ്പുമാവും കഴിച്ചു. ഇനി ഇഡലി പാത്രം വെച്ചു. ഇഡലി പാത്രം വെച്ച് വെള്ളം ഒഴിച്ചു, തട്ട് വെച്ചു. ഈ വെള്ളം നന്നായിട്ട് തിളച്ച് ആവി വന്നതിന് ശേഷമേ നമ്മൾ ഇഡലി ഒഴിക്കാവൂ. എന്നെങ്കിൽ ആ ഇഡലിക്ക് കൂടുതൽ സോഫ്റ്റ്നെസ്സും രുചിയും കിട്ടും. അതുപോലെ കുറച്ച് മാവേ ഒഴിക്കാവൂ. ആവി വന്നു കേട്ടോ. മതി, ഇത്രയും മാവേ പാടുള്ളൂ. ഒരു 3/4 തവി മാവ്, അതാണ് അതിൻ്റെ ഒരു കറക്റ്റ്. ഒരുപാട് വലിയ ഇഡലി കൊള്ളില്ല, കഴിക്കാവുന്നേ ഉള്ളൂ. 5 ഇഡലിയാണ്, മാഷക്ക് മതിയല്ലോ. മതി 5 ഇഡലി. അപ്പോഴത്തേക്ക് നമ്മൾ കഴിച്ചപ്പോഴത്തേക്ക് ആവി നല്ല ഇനി അവിടെ കിടന്നത് വേഗത്തെ ഇത്രയും മതി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്നു വെച്ചാൽ രാവിലെ ഞാനിപ്പോൾ ഈ സൈഡിലേക്ക് നമ്മുടെ സ്റ്റാൻഡും ക്യാമറയൊക്കെ ഒന്ന് വെച്ചു. പക്ഷെങ്കിൽ ഈ സൈഡിൽ വെച്ചാൽ വെളിച്ചം കുറവേ കിട്ടുന്നുള്ളൂ. 2 ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്, വെളിച്ചം കുറച്ചേ കിട്ടുന്നുള്ളൂ. അപ്പോൾ ഇഡലി അതിന് കിടന്ന് തിളക്കട്ടെ, തിളച്ച് വേഗട്ടെ. തിളച്ച വെള്ളത്തിലാണല്ലോ ഞാൻ ഇഡലി തട്ടിൽ ഒഴിച്ചത്. അപ്പോൾ ഇഡലി ഒരു 10
മിനിറ്റ് കൊണ്ട് വീഴും. കാരണം വെള്ളം തിളച്ചിട്ട് ആവി വന്നതിന് ശേഷമല്ലേ നമ്മൾ തട്ട് വെച്ചത്. നിങ്ങളും എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണെന്ന് എനിക്കറിയാം, എങ്കിലും ഞാനൊന്ന് പറയുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതങ്ങ് അവിടെ കണ്ട് വേഗട്ടെ. ഈ മാഷ് കുളിക്കാൻ പോയിച്ച് വരുമ്പോഴത്തേക്ക് ഒരു ചമ്മന്തിയും കൂടെ അരയ്ക്കും, അതോടെ കഴിഞ്ഞു. പൊടിയുണ്ടല്ലോ കലക്കാൻ, അപ്പോൾ അതും കൂടെ കലക്കുമ്പോൾ എണ്ണ അത് കുറച്ച് കലക്കി വെച്ചിട്ടുണ്ട് ഇന്നലത്തെ, 2 ദിവസം എടുക്കാം. അപ്പോൾ ഇന്ന് രാവിലത്തെ എല്ലാം ഇതോടുകൂടി കഴിയും. പിന്നെ ഉച്ചക്കത്തെ കാര്യങ്ങളല്ലേ ഉള്ളൂ. അപ്പോൾ ഉച്ചക്കിനി എന്താണെന്ന് വെച്ചാൽ ഞാൻ ആലോചിക്കുന്നത്, ഇന്നലെ ഒരു ചേന പടർന്നു വീണു. അപ്പോൾ അതിൻ്റെ തണ്ടെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ കളയാൻ പറ്റുമോ? പ്രകൃതി തരുന്നതല്ലേ, അത് നമ്മൾ കളയാൻ പാടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരു തോരൻ വയ്ക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ടൊരു തോരനും അല്ല, തക്കാളി കൊണ്ടൊരു ഒഴിച്ചുകറി വെച്ച് നല്ലതായിരുന്നു. പക്ഷെ ഒരുപാട് അധികം വന്നു. ഞാൻ പറഞ്ഞിട്ടില്ലേ, ഞങ്ങൾ പ്രായമായവരല്ലേ. മാഷ് പ്രായമാകുന്നപ്പോഴില്ല, അല്ലാത്തപ്പോഴും തലേ ദിവസം ഒരു സാധനവും കഴിക്കുകയില്ല. അതുകൊണ്ട് പുള്ളിക്ക് ഞാൻ കഴിക്കും കേട്ടോ, ഞാൻ എത്ര ദിവസം മുമ്പത്തേക്കും കഴിക്കും. പക്ഷെ അതുകൊണ്ട് മാഷക്ക് വലിയ വണ്ണമൊന്നുമില്ല, നല്ല ആരോഗ്യമുണ്ട്. ഇതുവരെ ഒരു ഇഞ്ചക്ഷൻ പോലും സത്യത്തിൽ എടുക്കേണ്ടി വന്നിട്ടില്ല, ആശുപത്രി കിടക്കേണ്ടി വന്നിട്ടില്ല, ഒന്നുമില്ല. അതിനും കൂടെ ഞാനുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് ആ കറിയെല്ലാം എടുത്ത് കളഞ്ഞു. പിന്നെ രജനി അവളൊന്നും കൊണ്ടുപോവുകയില്ല. അവിടെ വീട്ടിൽ വെക്കുന്ന സാധനങ്ങളല്ലാതെ ഇവിടുന്ന് എപ്പോഴും ഒരു ചായയോ എന്തെങ്കിലും ഒരു ദോശയോ എല്ലാം ചുട്ട് കഴിച്ചാലായി ഒന്നും ഒരിടത്തുനിന്നും കഴിക്കില്ല. അവളുടെ വീട്ടിൽ വെക്കുന്ന മാത്രമേ കഴിക്കുക. അവരും തലേ ദിവസം ഒന്നും കഴിക്കില്ല. അവൾ പറയും കുട്ടികൾക്ക് പിന്നെ ഹസ്ബൻഡിനും ഒക്കെ എന്തെങ്കിലും വയ്യാഴി വന്നാകും പണിക്ക് പോയിട്ട് വേണ്ടേ, ഒരു കുട്ടികൾക്ക് സ്കൂളിൽ പോകണ്ടേ. ടീച്ചർ അതുകൊണ്ട് ഞങ്ങൾ വളരെ ലഘുവായിട്ടാണ് എവിടുന്ന് ഇവിടെ വയ്ക്കുന്നു, എന്നിട്ട് പോയി അവൾ കൊണ്ടുപോകില്ല കേട്ടോ. അപ്പോൾ അത് കാരണം ആ കൂട്ടാനെല്ലാം ഇന്നലെ അധികം വന്നു. 3 തക്കാളിയെ എടുത്തുള്ളായിരുന്നു, വലിയ തക്കാളിയായിരുന്നു, പക്ഷെ അതധികം വന്നു. അപ്പോൾ ഈ ഇവിടെ കിടന്ന് തിളയ്ക്കുമ്പോഴത്തേക്ക് ടീച്ചർ ഒരു ചമ്മന്തി അരക്കട്ടെ കേട്ടോ. ചമ്മന്തി കൂടെ അരച്ചാൽ മാഷക്ക് ഫുഡ് കൊടുക്കും. അതോടുകൂടി ഞങ്ങളുടെ ഇന്നത്തെ രാവിലത്തെ കാര്യങ്ങളെല്ലാം കഴിയും. എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണല്ലോ. രാവിലെ ഇഡലിയോ ദോശയോ, ഇഡലിക്ക് സാമ്പാറോ. ഇന്ന് ഞാൻ സത്യത്തിൽ വിചാരിച്ചു ഒരു തട്ടിക്കൂട്ട് സാമ്പാർ വയ്ക്കാമെന്ന്, പിന്നെയും വിചാരിച്ചു. രാവിലെ ആകുമ്പം എനിക്കെല്ലാം കൂടെ ആകുമ്പോൾ എനിക്കൊരു ഒരു അങ്ങനെ വെക്കുന്ന ഒരാളായിരുന്നു ഞാൻ. കുട്ടികളെ ചോദിക്കും എന്തിനാ അമ്മ ഇങ്ങനെ ഇത്രയും ഒക്കെ ഉണ്ടാക്കുന്നതെന്ന്. പക്ഷെ അതൊരു ശീലമായി. പണ്ട് പോലെ നമ്മുടെ പഴയ കുടുംബങ്ങളിലൊക്കെ അങ്ങനല്ലേ. ഇപ്പം അത് പോയിട്ട് എനിക്ക് അതിനുള്ള ഒരു ഉത്സാഹം പോയി. ഒന്നാമതേ വെച്ചാൽ കഴിക്കാനും ആളില്ല, ഞങ്ങൾ 2 പേരല്ലേ ഉള്ളൂ. അതുകൊണ്ടൊക്കെ ഇങ്ങനെയൊക്കെ പോകുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും ഓഫീസിലും സ്കൂളുകളിലൊക്കെ കുഞ്ഞുങ്ങൾ സ്കൂളിലും, ഹസ്ബൻഡ് ഭർത്താക്കന്മാരൊക്കെ ഓഫീസിലും സ്കൂളുകളിലും അവരുടെ ജോലി സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ട് എന്നും വിശ്വസിക്കുന്നു. ഇവിടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നമ്മുടെ കൽപ്പാത്തി തേര് തുടങ്ങി. ഇന്ന് 2ാം തേരാണ്. പാലക്കാട്ടുകാരുടെ ഒരു ആവേശമാണ്, ഒരു അവകാശമാണ്, ഒരു അനുഭവമാണ് കൽപ്പാത്തി രഥോത്സവം. വെളി രാജ്യങ്ങളിലൊക്കെ പോയിരിക്കുന്ന മക്കളെല്ലായിടത്തും കൽപ്പാത്തി അഗ്രഹാരങ്ങളിൽ, കൽപ്പാത്തി അഗ്രഹാരങ്ങളുടെ പെരുമയും പേരും ഒക്കെ. അവിടെ ജനജീവിതങ്ങളില്ല. എല്ലാവരും വെളിനാടുകളിലൊക്കെ ബ്രാഹ്മിൻസ് അല്ലേ, കുട്ടികളൊക്കെ നല്ല ബുദ്ധിജീവികളാണ്. അവരെല്ലാം കാനഡയിലും US ഒക്കെയാണ്, UK ഒക്കെയാണ്. അപ്പോൾ അത് കാരണം അവിടെ വീടുകളെല്ലാം പൂട്ടിയിട്ടിരിക്കുക. പ്രായമായ അച്ഛനും അമ്മയും ഉണ്ടെങ്കിലുണ്ട്, അത്രയ്ക്ക് തന്നെ. പക്ഷെങ്കിൽ കൽപ്പാത്തി തേര് തുടങ്ങിയാൽ ഏത് രാജ്യത്തുള്ളവരായാലും അവരെ നാട്ടിലെത്തും, കൽപ്പാത്തിയിലെത്തും. എന്തൊരാഘോഷമാണെന്നറിയാം കൽപ്പാത്തി രഥോത്സവം. ആ രഥങ്ങളൊക്കെ ആനയൊക്കെ വലിച്ച രഥങ്ങൾ കൊണ്ടുപോകുന്നു. അയ്യോ, പെരുമയുള്ള ഒരാഘോഷമാണ്. നമ്മുടെ സംസ്കാരത്തിൻ്റെ പൈതൃകത്തിൻ്റെ ഒരു ഉത്സവമാണ്, ഒരാഘോഷമാണ് കൽപ്പാത്തി രഥോത്സവം. അഗ്രഹാരങ്ങളെല്ലാം ഇപ്പോൾ ഉണർന്നു കഴിഞ്ഞു. തേരിൻ്റെ തലേദിവസം അതിൻ്റെ തലേദിവസമൊക്കെ എല്ലാവരും എത്തിയിട്ടുണ്ടാവും. പിന്നെ ഇത് കൽപ്പാത്തിക്കാർക്ക് മാത്രമല്ല, പാലക്കാടിൻ്റെ സ്വന്തം തനതായ ഒരു ആഘോഷമാണ്, ഉത്സവമാണ്. കൽപ്പാത്തി തമിഴ് ബ്രാഹ്മണർ പണ്ട് കാലത്ത് വന്ന്
ഇവിടെ വീടുകളൊക്കെ വെച്ച് ക്ഷേത്രങ്ങളൊക്കെ പണിത്, ക്ഷേത്രമാണെങ്കിലോ കുണ്ടമ്പലം എന്ന് പറയും, താഴ്ചയാണ് അമ്പലം. കാശിയിൽ പാതി കൽപ്പാത്തി എന്നാണ്. വിശാലാക്ഷി സമേതനായി അങ്ങനെ കാശിനാഥൻ ഇരിക്കുകയാണ്, ഭാര്യാസമേതനായിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് കാശി പോകാൻ സാധിക്കാത്തവർക്കും കൽപ്പാത്തി വന്ന് തൊഴുത് ഭഗവാനോട് കാര്യങ്ങൾ പറഞ്ഞ് എല്ലാം സാധിക്കുമെന്നാണ് വിശ്വാസം. ചിലർക്ക് സാധിക്കും, ചിലർക്ക് സാധിക്കില്ല. അതൊക്കെ ഓരോരോ അനുഭവങ്ങൾ അല്ലേ. അപ്പോൾ ഇഡ്ഡലി വേകാനായി. ഇനി ഞാൻ പെട്ടെന്നൊരു ചമ്മന്തിയും കൂടെ അരച്ചിട്ട് പൊടി കലക്കി തിരിക്കുന്നതിൻ്റെ കൂടെ ഇത്തിരി പൊടി കൂടി ഇട്ട് ഉണ്ടാക്കിയിട്ട് നമുക്ക് മാഷക്ക് കൊടുക്കാം അല്ലേ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നൊരു നല്ല ദിവസമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ടീച്ചർ ആശംസിക്കുന്നു. ഇനി നമുക്ക് പിന്നെ ഉച്ചക്കത്തെ ഞാൻ പറഞ്ഞല്ലോ, ചോറും പിന്നെ എന്തെങ്കിലും ഒരു ഒഴിക്കാൻ കറി, നമ്മുടെ എന്തുവാ ചേനത്തണ്ടും ചെറുപയറും കൂടെ തോരനും ഒക്കെ വയ്ക്കണമെന്നാ മനസ്സിലെ തീരുമാനം. ഇനി അവൾ വന്നാണ് തീരുമാനങ്ങൾ എടുക്കേണ്ടത്. ഉച്ചക്കത്തെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ കൂട്ടാനും ഒക്കെ അവളുടെ തീരുമാനങ്ങളിലാണ്. അതിലൊന്നും ഞാൻ കൈകടത്താറില്ല. നല്ല രുചിയായിട്ട് വെച്ച് തരും. ഒരു ഒഴിക്കാൻ കറി, എന്തെങ്കിലും ഒരു തോരനും ഒന്നും കൂടെ വയ്ക്കും. അത് ചിലപ്പോൾ ഞാൻ പറയും അവൾ എല്ലായിടവും പോയി ക്ഷീണിച്ച് വരുന്നത്. അപ്പോൾ ഞാൻ പറയും ഒരു ചമ്മന്തിയും കൂടെ അരച്ചാൽ മതിയെന്ന്. അങ്ങനെയൊക്കെ പോകുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇനി ഉച്ചക്കത്തെ കാര്യങ്ങൾ നോക്കാം അല്ലേ. ഇഡ്ഡലി ആയി കാണുമല്ലോ കുട്ടികളെ. ഇപ്പം ഇനി തിരി താത്ത് വയ്ക്കാം. അപ്പോൾ മാഷ് വരുമ്പോഴത്തേക്ക് ചൂടോടെ എടുത്ത് കൊടുക്കാം അല്ലേ. അങ്ങനെ ഒക്കെ ഇരിക്കുന്നു. എന്താ ഇന്നെനിക്കു പൊട്ടുകുത്താൻ സന്ധ്യകൾ ചാലിച്ച സിന്ദൂരം, ഇന്നെനിക്കു കണ്ണെഴുതാൻ പിന്നിലെ നക്ഷത്ര മഷിക്കൂട്, ഇന്നെനിക്കു പൊട്ടുകുത്താൻ സന്ധ്യകൾ ചാലിച്ച സിന്ദൂരം, ഇന്നെനിക്കു കണ്ണെഴുതാൻ പിന്നിലെ നക്ഷത്ര മഷിക്കൂട്. ഞാനിപ്പോൾ കൈക്കരി ഇല്ലാതെ ഇതെടുത്ത് ഈ ചൂടോടെ എടുത്ത് ഈ അടപ്പെടുത്ത് മാറ്റി. നിങ്ങൾ ആരും ഈ സാഹസത്തിന് മുതിരരുത്. കാരണം എൻ്റെയൊക്കെ കൈയൊക്കെ അത്രയും തഴമ്പിച്ച് കഴിഞ്ഞു. ഈ ചൂടുള്ളത് എടുത്തും വെച്ചു കണ്ടല്ലോ. നല്ല അസല് ഇഡ്ഡലി റെഡി. ഇനി ഇത് അടച്ചങ്ങ് വെച്ചേക്കാം. നിങ്ങളെ കാണിക്കണം. തിരി താത്ത് വെച്ചു. മാഷ് വരട്ടെ, മാഷ് കൊടുക്കാം അല്ലേ.